നമസ്കാരം. ഓ ഓ ഓ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം. ഓം നമോ നാരായണായ. ഹരിനാമകീർത്തനത്തിലെ ശ്ലോകം 9 പാരായണം ചെയ്യാം. ശ്ലോകം 9. പച്ചക്കിളി പവിഴപാൽ വർണ്ണമൊത്ത നിറമിച്ഛിപ്പവർക്ക് ഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോഭേദഹരി നാരായണായ നമ. 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 പച്ചക്കിളി പവിഴപാൽ വർണ്ണമൊത്ത നിറമിച്ഛിപ്പവർക്ക്. പച്ചക്കിളിയുടെയും പവിഴത്തിൻ്റെയും പാലിൻ്റെയും വർണ്ണം സമനിലയിൽ വർത്തിക്കുന്ന പരബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തു ചെയ്യണമെന്ന് പറയുകയാണ്. പച്ചക്കിളിയുടെ വർണ്ണം കൊണ്ട് നീലനിറം അഥവാ തമസ്സാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. വിഷ്ണുവും വിഷ്ണുവിൻ്റെ അവതാരങ്ങളായ ശ്രീരാമനും ശ്രീകൃഷ്ണനും നീലമേഘശ്യാമളന്മാരാണല്ലോ. നീലം അഥവാ കറുപ്പ് അഗാധതയെ കാണിക്കുന്നു. സമുദ്രജലത്തിന് നിറമില്ല എങ്കിലും നീലവർണ്ണം അതിനുള്ളതായി അതിൻ്റെ ആഴം കൊണ്ട് നമുക്ക് തോന്നുന്നു. ആകാശവും അതുപോലെ തന്നെ നീല നിറത്തിൽ തോന്നിക്കുന്നു. ഈ തമസ് ഒരു മായയാണ്. മായയുടെ ആവരണവുമേന്തിയാണ് അവർ അവതരിച്ചിരിക്കുന്നത്. വിഷ്ണുവിൻ്റെ യോഗനിദ്രയും മായ എന്ന മൂടുപടം തന്നെയാണ്. നല്ല ഉറക്കത്തിൽ നമ്മുടെ ബോധത്തെ പൊതിഞ്ഞു നിൽക്കുന്നതായി തോന്നിക്കുന്ന ആവരണവും തമസിൻ്റേത് തന്നെയാണ്. തമസെന്ന് പറയുമ്പോൾ രജസ്സും സത്വവും അതിലില്ലെന്ന് നമ്മൾ ചിന്തിക്കരുത്. അവ മൂന്നും സാമ്യാവസ്ഥയിൽ അവ്യക്തമായി സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയാണ് സുഷുപ്തി. അജ്ഞാനം പ്രപഞ്ച സ്വഭാവമാകെയായതുകൊണ്ട് തമസിൻ്റെ ആധിക്യം പ്രാപഞ്ചികമായ എല്ലാ അവസ്ഥകളിലും കൂടുതലായി പ്രത്യക്ഷപ്പെടും. ഉറക്കം വിട്ടുണരുമ്പോൾ പ്രപഞ്ച നാനാത്വമായി വ്യക്തീഭവിക്കുന്നത് സാമ്യാവസ്ഥയിലിരുന്ന സത്വരജസ് തമസ്സുകൾ തന്നെയാണ്. പവിഴം ചുവപ്പായതിനാൽ രജോ ഗുണത്തെയും പാലിൻ്റെ നിറം സത്വഗുണത്തെയും കുറിക്കുന്നു. ഈ 3 നിറവുമൊത്ത പരൻ ഈ 3 നിറവും സാമ്യാവസ്ഥയിലിരിക്കുന്നതായി കൽപ്പിക്കപ്പെടുന്ന ബ്രഹ്മം തന്നെയാണ്. തുരീയാവസ്ഥയിൽ തെളിയുന്ന ബോധം ഈ 3 അവസ്ഥകളും വിട്ടു നിൽക്കുന്ന സത്യം തന്നെ. അതിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തു ചെയ്യണം? അവർ ഷടാധാരങ്ങൾ സുഷുമ്നാനാഡിയുടെ ചുവട്ടിൽ തുടങ്ങി സുഷുമ്നയുടെ ഉപരി വരെയുള്ള 6 പത്മങ്ങൾ, അതായത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ പേരുകൾ കൊണ്ടറിയപ്പെടുന്ന നാഡീചക്രങ്ങൾ ആണവ. ഈ ഷടാധാരങ്ങൾ ഇവയൊക്കെയാണ്. മൂലാധാരത്തിൽ നിന്നും കുണ്ടലിനി ശക്തിയെ ഉണർത്തി സുഷുമ്നാനാഡിയിലെ ചിതാകാശത്തിലൂടെ സഹസ്രാരത്തിലെത്തിച്ചാൽ ആത്മജ്ഞാനം കൈവരും. ഈ 6 ചക്രങ്ങൾക്കുപരി നിൽക്കുന്ന ലോകമാണ് ബ്രഹ്മലോകം.
മേൽപോട്ടുള്ള 7ാമത്തെ ലോകമാണത്. മൂലാധാരത്തിന് താഴോട്ട് മറ്റേഴു പാതാള ലോകങ്ങളുമുണ്ട്. കുണ്ടലിനി ശക്തി മധ്യലോകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 7 സ്വർഗങ്ങളുടെയും 7 പാതാളങ്ങളുടെയും ഇടയ്ക്കാണ് അതിൻ്റെ സ്ഥാനം. വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദഹരി നാരായണായ നമ. ഇങ്ങനെ ഭേദമോട് വർത്തിക്കുന്നത് പരമസത്യം തന്നെ. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കും സ്ഥിതിക്കും ലയത്തിനും സത്വരജസ്തമസ്സുകളെന്ന നാനാത്വത്തിൻ്റെ ബീജം അല്ലെങ്കിൽ മായയുടെ ബീജം ആവശ്യമാണ്. ത്രിധാഭിന്നമായി പ്രപഞ്ചമായി കാണപ്പെടുന്ന അവസ്ഥ ബ്രഹ്മത്തിൽ ആരോപിതമാണ് താനും. അതല്ലാതെ ബ്രഹ്മം സത്വരജസ്തമസ്സുകളായി പിരിയുകയില്ല. മൂലപ്രകൃതിയിൽ സാമ്യാവസ്ഥയിലിരിക്കുന്ന സത്വരജസ്തമസ്സുകൾ ബ്രഹ്മചൈതന്യമേറ്റ് സമനില കൈവെടിഞ്ഞ് പ്രപഞ്ച വസ്തുക്കളായിത്തീരുന്നു എന്ന് സാഖ്യന്മാർ സിദ്ധാന്തിക്കുന്നുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ അവരുടെ പക്ഷമനുസരിച്ച് മൂലപ്രകൃതിയിലെ സത്വരജസ്തമസ്സുകളുടെ വികാസഹ്രാസങ്ങൾ മാത്രമാണ്, വികാസവും ചുരുങ്ങലും മാത്രമാണ്. പ്രപഞ്ചത്തിന് ആത്യന്തികമായ നാശം കാപിലന്മാർ സമ്മതിക്കുന്നില്ല. അവ സൂക്ഷ്മമായ സദ്ഭാവത്തിൽ മൂലപ്രകൃതിയിൽ ഇരിക്കുകയും സർഗാരംഭത്തിൽ വികസിക്കുകയും സർഗം കഴിഞ്ഞ് ചുരുങ്ങി മൂലപ്രകൃതിയിൽ ചേരുകയും ചെയ്യുന്നു എന്നാണ് അവരുടെ സിദ്ധാന്തം. അദ്വൈത മതമനുസരിച്ച് മൂലപ്രകൃതി പോലും മായയാണ്. സാഖ്യന്മാരുടെ പ്രകൃതി സർവവ്യാപകമായും സനാതനയുമായാണ് അവർ വീക്ഷിക്കുന്നത്. 9ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പച്ചക്കിളി പവിഴപാൽ വർണ്ണമൊത്ത നിറമിച്ഛിപ്പവർക്ക് ഷടാധാരം കടന്നുവരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോ ഭേദഹരി നാരായണായ നമ. 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 ലോകാ സമസ്താ സുഖിനോ ഭവന്തു.